നമുക്കൊപ്പം ഇപ്പോൾ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ തത്സമയം ചേരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ് പാളയത്തിൽ ചേർന്നതിന് ശേഷം എനിക്കൊന്നു ഈ തഗ്ഗുകൾ കൊടുക്കുന്നതിൽ അല്ലേ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവരാണ്. അതിൽ MP രാജേഷ് ഈ വാചകത്തെ വിശേഷിപ്പിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു അങ്ങനെ എന്തോ കാളിയനെ അല്ലേ, കാളിയ വിഷം എന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യരെ കുറിച്ച്. ഇനി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ചലനങ്ങളെ മുഹമ്മദ് റിയാസ് നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം. Hello, good morning, Mr. Muhammad Riaz. Very good morning. Good morning, Dr. Arun and team. പാലക്കാട് തന്നെ ഉണ്ടോ മിനിസ്റ്റർ? ഇല്ല, പാലക്കാടില്ല. ഞാൻ പ്രതീക്ഷിച്ചു പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കോട്ട മൈതാനത്ത് 2 റൗണ്ട് വരാൻ ആദ്യം വരുന്നത് മിനിസ്റ്റർ ആയിരിക്കും. മിനിസ്റ്റർ രാവിലെ എത്ര തണുപ്പുണ്ടെങ്കിലും രാവിലെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് 2 റൗണ്ട് നടന്നിട്ടാണ് വരുന്നത്. ബോഡിയൊക്കെ ഫിറ്റാക്കി വെക്കും, അതേപോലെ പൊളിറ്റിക്കൽ പൊസിഷൻസും. അപ്പോൾ ഇവിടുത്തെ ബോഡിയൊക്കെ ഫിറ്റാണ്. പക്ഷേ നമ്മുടെ പാലക്കാട് മണ്ഡലത്തിലെ പോൾ പൊസിഷൻ എന്താണ്? ഫിറ്റാണോ ഇടതുമുന്നണി? എല്ലാ നിലയിലും ഫിറ്റാണ്, ഡബിൾ ഫിറ്റാണ്. പാലക്കാട് LDF ഡബിൾ ഫിറ്റാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തുള്ള പാലക്കാട്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പറഞ്ഞിരുന്നു, 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഭാഗം വെർഷൻ 2 ആയിരിക്കും 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഡബിൾ ഫിറ്റാണ്. ഈ തുടക്കത്തിൽ 9 വിക്കറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. പക്ഷേ ഒടുവിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി വലിയ ആത്മവിശ്വാസവും കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്ന വിഭാഗീയ വിഷയങ്ങളും ഒക്കെ മാറി അവിടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നൊരു ഫീലിംഗ് ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. ഇന്നലെ വരെ സന്ദീപ് വാര്യർ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നു. ഇന്ന് കോൺഗ്രസ് വാര്യറായിട്ട് സന്ദീപ് വാര്യർ മാറുകയാണെന്ന അഭിമാനത്തോടു കൂടിയാണ് VD സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചത്. എങ്ങനെ കാണുന്നു മുഹമ്മദ് റിയാസ്? ഒന്നാമത്തെ കാര്യം, BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആരെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാ നിലയിലും സന്തോഷിക്കുന്നവരാണ്. അതിലൊരു സംശയമില്ല. ഇവിടെ ഇദ്ദേഹം BJP ഉപേക്ഷിച്ചതാണോ BJPയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നൊക്കെ ഭാവിയിൽ നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നാൽ BJP ഉൾപ്പെടെയുള്ള മതവർഗീയ രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ഇടം കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അതിൽ അഭിപ്രായ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അദ്ദേഹത്തിന് തന്നെ ഇനി മനസ്സിൽ ഒരു തരിയെങ്കിലും പഴയ ഓർമ്മകൾ വരികയാണെങ്കിൽ ഒന്ന് ശാഖക്കൊക്കെ കാവൽ വെക്കണമെന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് തന്നെ കൂട്ടിന് നിൽക്കും. ഇനി അതല്ല, അദ്ദേഹം ഈ BJPയിൽ നിന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങൾ, വിഷം തുപ്പുന്ന പ്രസ്താവനകൾ, അതിനൊക്കെ പ്രചോദിതനായ ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ പ്രതിപക്ഷ നേതാവും കൂടെ ഉണ്ടാകും. അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPക്കെതിരെയുള്ള ഫൈറ്റ് ശരിയായ അർത്ഥത്തിൽ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ BJPയിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ചില വിഷയങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും നിലപാട് എന്നുള്ളത് പ്രശ്നമല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ? ഇപ്പോൾ അദ്ദേഹം BJPയുടെ സ്പോക്സ്മാനായി ഇരുന്നു കൊണ്ട് ചാനൽ ചർച്ചയിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനക്കെതിരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ട, മൗനം പാലിക്കാം. ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന് അദ്ദേഹം മുമ്പ് മൗനം പാലിച്ചതുപോലെ ഇനി കോൺഗ്രസിൻ്റെ വക്താവായിട്ടും മൗനം പാലിക്കാൻ വേണ്ടി പറ്റും. കൊടകര കുഴൽപ്പണത്തിൽ 3 കൊല്ലം ED ക്രൈംബ്രാഞ്ച് എല്ലാ റിപ്പോർട്ടും നൽകിയിട്ടും ഒരു നടപടിയും എടുക്കാത്തതിനെക്കുറിച്ച് BJPയിലുള്ളപ്പോൾ അദ്ദേഹം EDക്ക് സിന്ദാബാദ് വിളിച്ചതുപോലെ തന്നെ കോൺഗ്രസ് വക്താവായിട്ടും അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ചില പ്രശ്നമുണ്ട്. ഒരു വ്യക്തി, ഒരു മതവർഗീയ പാർട്ടി മാറുന്നത് താൽക്കാലികമാകരുത്, സ്ഥിരമാകണമെങ്കിൽ അത് പുരോഗമന രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പോകേണ്ടതുണ്ട്. കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്കറിയാം. ആ നിലപാട് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഒരുപാട് പേർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മുതൽ കോൺഗ്രസിൻ്റെ സാധാരണ മനുഷ്യരുൾപ്പെടെ ആ പാർട്ടിയുടെ നേതൃത്വത്തെ കൈയൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 6 പതിറ്റാണ്ടായി കോൺഗ്രസ് നയിച്ച ഒരു സഹകരണ ബാങ്ക് കോൺഗ്രസിലുള്ളവർ തന്നെ അതിനെതിരെ പോരാടി വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടാണ്. അപ്പോൾ മതവർഗീയ രാഷ്ട്രീയ പാർട്ടി ഏതൊരു മനുഷ്യൻ വിടുന്നതിനെയും സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ പോകേണ്ട ഇടം കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.